നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ റോസ്റ്റിന് ഇതൊരു 1/2 കിലോ ചെമ്മീനുണ്ട്. അല്പം മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകി എടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നീട് ഇതിനാവശ്യമായ ഉപ്പ്, ഇത്രയും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10-15 മിനിറ്റ് ഇരിക്കട്ടെ. അതല്ലെങ്കിൽ തലേ ദിവസം ഇതുപോലെ ഉപ്പും മഞ്ഞളും പുരട്ടി ഒരു നൈറ്റ് റെസ്റ്റ് ചെയ്യാനും നമുക്ക് വെക്കാം. ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് ഡീപ് ഫ്രൈ അല്ല. ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളം ഒന്ന് വറ്റി ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല. അപ്പൊ ഇതിലെ വെള്ളം എല്ലാം വറ്റി ഇതായി എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇത്ര മതി. നമ്മൾ തീ ഓഫാക്കുകയാണ്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയിലേക്ക് തേങ്ങ ചിരണ്ടിയതാണ്. ഒരു പിടി തേങ്ങ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. നമ്മൾ തേങ്ങ റോസ്റ്റ് ചെയ്യാണ്. നമ്മൾ ചെമ്മീൻ വറുത്ത് ബാലൻസ് വന്ന എണ്ണ മാത്രം ഉപയോഗിച്ചാണ് ഈ തേങ്ങ റോസ്റ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ട് എണ്ണയൊന്നും ഒഴിക്കണ്ട. അതുകൊണ്ട് തീ വളരെ കുറച്ചിട്ടിരിക്കുകയാണ്. പതുക്കെ എണ്ണ കൂടുതൽ ഒഴിച്ചാൽ പെട്ടെന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടും. ഇപ്പൊ എണ്ണ വളരെ കുറവായതുകൊണ്ട് തീ കുറച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ തേങ്ങ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്ത മുളക് പൊടിയാണ്. അത് 1 സ്പൂൺ ഇടുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ഒരു ബ്രൗൺ റെഡിലേക്ക് മാറിയിട്ടുണ്ട് ഈ മുളക് പൊടി. തേങ്ങ ഗോൾഡൻ കളറായിട്ടേ ഉള്ളൂ. മുളക് പൊടി നല്ല രീതിയിൽ കളർ ചേഞ്ച് ചെയ്യണം. ഇനി നമ്മൾ തീ ഓഫാക്കുകയാണ്. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റാൻ ആവശ്യമായ ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഒരു വലിയ സവാള ഉള്ളി അല്ലെങ്കിൽ ഇടത്തരം 2 എണ്ണം ഇട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളി അതൊരു 1 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ 2 പച്ചമുളക് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ അധികം എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ചീനച്ചട്ടിയിൽ പിടിച്ചു തുടങ്ങും.
അന്നേരം ഞാനിത് അല്പം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കൊരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ കിടന്നൊന്ന് വഴണ്ടു വരട്ടെ. അടി പിടിക്കണം തോന്നിയാൽ അല്പം വെള്ളം. നമ്മുടെ ഉള്ളി ഈ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ കളർ വരെ വഴറ്റണം. തീ കുറച്ചിടുവാണ്. ഇതിലേക്ക് ഇത് കൊടംപുളി അല്പം ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഈ കൊടംപുളിയുടെ ജ്യൂസ് ഒഴിക്കുകയാണ്. 2 സ്പൂൺ ഒഴിക്കാം. കൊടംപുളിയുടെ നീരൊഴിച്ചു. അതിനുശേഷം നമുക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വീണ്ടും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒക്കെ ഓരോരുടെ ഇഷ്ടം പോലെ. അല്പം കൂടി പുളിയുടെ നീര് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും അധികം വാടാതെ, ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അതിനധികം എരിവൊന്നുമില്ല. ഈ സമയത്ത് ഇതിന്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം. അല്പം കൂടി ഉപ്പ് വേണം ഇതിന്. അതുപോലെ തന്നെ ഇപ്പം കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. കുരുമുളക് പൊടി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇതിനകത്ത് നമ്മൾ പിരിയമുളക് പൊടി ഇട്ടത്. ഒരു ചുമന്ന കളർ നമ്മൾ ചേർത്തതുപോലത്തെ ഒരു കളർ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഒട്ടും നമ്മൾ കളറൊന്നും ചേർത്തതല്ല, ആ പിരിയമുളകിന്റെ കളറാണത്. അങ്ങനെ നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.